തൃശൂർ മാള ഗുരുതിപ്പാല ജംഗ്ഷൻ സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തി. മേൽവീട്ടിൽ ബാലന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. സുരജ് സജീവ് വിശദാംശങ്ങളുമായി ചേർന്നു. സുരജ്, ഈ ബാലന്റെ വീടിന് സമീപം തന്നെയാണോ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? സംഭവത്തിൽ ഏതെങ്കിലും ദുരൂഹത ഈ ഘട്ടത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ. സുഹൈൽ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആ സമയത്ത് ഈ പോലീസ് എത്തി, മാള പോലീസ് എത്തി ഈ പരിശോധന നടത്തിയെങ്കിലും ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബാലൻ എന്ന ആളാണ്, സമീപത്ത് താമസിക്കുന്ന ബാലൻ എന്ന ആളാണ് എന്ന് കണ്ടെത്തുന്നത്. ഈ ബാലൻ ഏറെ നാളായി വീട്ടുകാരുമായി അകന്നു കഴിയുകയായിരുന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്, കാരൂർ സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ബാലൻ താമസിച്ചു വന്നിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബാലനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തത വരികയുള്ളൂ. ഈ ബാലന്റെ മൃതദേഹത്തിന് മുകളിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വാഴ മറിഞ്ഞ് കിടക്കുന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസും ചില ദുരൂഹതകൾ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുഖം നൽകിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ പോലീസിനും ലഭിക്കുകയുള്ളൂ. സുരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.